വേണ്ടിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, CKG എന്ന വാക്ക് ഞാനൊക്കെ കേട്ടത് ഒരു കോളേജിന്റെ പേരായിട്ടാണ്. കാരണം നേരിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് അദ്ദേഹത്തെ പറ്റി എന്തറിയാം. അറിയാമെന്ന് നടിച്ചിട്ട് സംസാരിക്കാം, ചില ചടങ്ങുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ CKGയുടെ പ്രസക്തി എന്താണ് ഇന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് എന്ന് ഞാൻ അന്വേഷിച്ചു, വായിച്ചു, പലരുടെ കയ്യിൽ നിന്നും പലതും മനസ്സിലാക്കി. അതെനിക്ക് മനസ്സിലായ കാര്യം, ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ആളാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, തന്റെ നിലപാടുകളിൽ അദ്ദേഹത്തിന് 6 അടി പൊക്കമാണ്, ഒരാൾ എഴുതിയതന്നെയാണ്. ആ നിലപാടുകളുടെ കണിശതയാണ് CKG എന്ന മനുഷ്യനെ വ്യത്യസ്തമാണ്. നിലപാടുകളുടെ കണിശതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാരണം കേളപ്പനെ പോലെയുള്ള സമുന്നതനായ നേതാവുമായി മത്സരിച്ച് നിരവധി തവണ തോൽക്കുകയും പിന്നീട് ജയിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആയിരിക്കെ അദ്ദേഹം സെക്രട്ടറിയും EMS ജോയിന്റ് സെക്രട്ടറിയും വി കൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറിയും EMS വെറും അംഗവുമായിരുന്ന ഒരു കാലഘട്ടം, ജവഹർലാൽ നെഹ്റുവിനോട് പോലും തർക്കിച്ചു നിന്ന കാലഘട്ടം, കേരളത്തിലെ 57 കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിക്കെതിരായി 59 നടന്ന വിമോചന സമരം നടക്കുമ്പോൾ അത് ശരിയല്ല, വിമോചന സമരം കൊണ്ടുണ്ടാകുന്ന ഭാവിയുടെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രത. എന്നാൽ അതേസമയം തന്റെ പാർട്ടി ഉൾപ്പെട്ട് നടത്തുന്ന സമരത്തിന്റെ കൂടെ സജീവമായി പങ്കെടുത്ത് ആ സമരത്തെ വിജയത്തിൽ എത്തിച്ച ചരിത്രം. ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ, സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ തന്നെ തന്റേതായ ഒരു നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ആ നിലപാടിന്റെ കണിശതയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. എനിക്ക് ഞാനങ്ങനെ വലിയ രാഷ്ട്രീയ വിശകലനത്തിൽ നിന്നും പ്രാപ്തനായ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണ പൗരൻ, നികുതിയൊക്കെ അടയ്ക്കുന്ന ഒരു സാധാരണ പൗരൻ നോക്കിക്കാണുന്ന ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത്. എനിക്കങ്ങനെ പക്ഷപാതിത്വമില്ല. പ്രവീൺ പറഞ്ഞ പോലെ ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ഇന്ന് എല്ലാവരും വെള്ള ഷർട്ടിട്ട് വരുന്ന വിചാരിച്ചിട്ട് ഞാൻ കറുപ്പ് ഷർട്ടിട്ട് വന്ന പലപ്പോഴും കോൺഗ്രസ് ആവും തോന്നും, ചിലപ്പോൾ തോന്നുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് സ്വതന്ത്രമായ ഒരു നിലപാടാണ്. അപ്പം ഒരിക്കൽ നടൻ ധ്യാൻ ശ്രീനിവാസൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇദ്ദേഹമാണ് രാഷ്ട്രീയ ഗുരു. ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞങ്ങളിങ്ങനെ സെറ്റിലൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ, പല രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചില ടിപ്സൊക്കെ കൊടുക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജോയിട്ട നാളെ ഒരു ഇന്റർവ്യൂ കൊടുക്കാണ്ട്, അപ്പൊ അവരതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ നമ്മള് രാഷ്ട്രീയം എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം നീ പറഞ്ഞു ലിബറൽ ഡെമോക്രാറ്റ് ആവും, അങ്ങനൊരു സംഭവം ഉണ്ടോ? അങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റ് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് സ്വാതന്ത്ര്യ ചിന്താഗതി വെച്ച് പുലർത്തുമ്പോഴും ഒരു മനുഷ്യൻ എടുക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്താൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റിനെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നികുതി പിരിക്കാൻ അർഹമാകുന്ന ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ഒരാളുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്നത്. അല്ലാതെ നിത്യജീവിതത്തിലെ ബന്ധങ്ങളോ നമ്മുടെ തൊഴിൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളോ ഒന്നുമല്ല ഒരാളുടെ നിലപാട് വ്യക്തമാക്കുക. അയാൾ സമ്മതിദാനാവകാശം ആർക്ക് കൊടുക്കുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് അത് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുക. ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സുകാരൊന്നല്ല. എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയി. ഞാൻ മാത്രമേ സാംസ്കാരിക രംഗത്ത് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരം. വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ആ ക്രെഡിറ്റ് പകുതി അയാൾ കൊണ്ടുപോയാലേ. ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എന്റെ ഉള്ളിൽ ആദ്യം എന്ന് പറഞ്ഞാല് കോൺഗ്രസിനുള്ള മെച്ചം സഹിഷ്ണുതയാണ്. അത് പ്രവീൺ പറഞ്ഞ കറക്റ്റാണ്. അസഹിഷ്ണുതായ വേറൊരു പാർട്ടിയുണ്ട്. അവർക്ക് എതിർത്ത് പറയാൻ ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ന്യായങ്ങളില്ലെങ്കിൽ പിന്നെ പറയാവുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വന്നിട്ട് തെറി എഴുതുന്നതാണ്.
തെറി എഴുതുന്നതിൽ, കഞ്ചാവ് എഴുതുന്നതിൽ, അല്ലെങ്കിൽ മറ്റു ഉപന്യാസങ്ങൾ എഴുതുന്നതിൽ സായുജ്യം കാണുന്ന ഒരു തലമുറയെ വാർത്തെടുത്ത ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ആ പാർട്ടിയുടെ വിദ്യാർത്ഥികളുടെ കൂടെ ഒരു വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തി തല്ലി കൊന്നു കെട്ടി തൂക്കിയത്. ഇത്രയും അസഹിഷ്ണുത പുലർത്തുന്ന ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ആളാരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിന് ക്വാളിറ്റി എന്താണ്? 4 സിനിമകൾ നിർമ്മിച്ചു ആര്യാടൻ ഷൗക്കത്ത്. 4 നഷ്ടമാണ്. എനിക്കറിയാം, 4 നഷ്ടക്കച്ചവടമാണ്. പക്ഷെ 4ൽ 3നും ദേശീയ അവാർഡ് കിട്ടി. ദേശീയ അവാർഡ് കിട്ടുന്ന ചില്ലറ കാര്യമല്ല. ആര്യാടൻ ഷൗക്കത്ത് അവിടെ പോയി ആരും കയ്യും കാര്യം പിടിച്ചിട്ട് അവാർഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മികച്ച സിനിമയ്ക്ക്, മികച്ച ദേശീയോദ്ഗ്രഹത്തിന്, മീരാ ജാസ്മിന് മികച്ച നടി എന്നുള്ള അവാർഡുകളെ കിട്ടിയത് എല്ലാം തന്നെ താൻ ജീവിക്കുന്ന സമുദായത്തിലെ അസമത്വങ്ങൾക്കെതിരെ, സ്ത്രീകൾക്ക് വേണ്ടി. ഇപ്പൊ പാഠമൊന്ന് വിലാപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാഠമൊന്ന് വിലാപത്തിൽ മുസ്ലിം പെൺകുട്ടി അനുഭവിക്കുന്ന ദുരിതം, ദൈവത്തെ ഓർത്ത് എന്നുള്ള സിനിമയിലാണെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെയുള്ള സിനിമ. ഇങ്ങനെ ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് എന്തുകൊണ്ടും കേപ്പബിളായ ഒരു കാൻഡിഡേറ്റാണ് അവിടെ നിന്നിരുന്ന ആര്യാടൻ ഷൗക്കത്ത്. അപ്പൊ ഈ ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നത് ഞാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ ധാർമ്മികമായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. കുറേ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ റീച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നാലോചിക്കും. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടം സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നത് അവിടെ പോകുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പം സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിക്കാം, ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളാം, അതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണ് സംസ്കാരം, എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്നുകൂടെ മനസ്സിലാക്കണം. ഒരു പുസ്തകം എഴുതിയുള്ള, ഒരു കവിത എഴുതിയുള്ള, ഒരു സിനിമ എഴുതിയുള്ള അയാൾ ഒരു സാംസ്കാരിക പ്രവർത്തകരാകുന്നില്ല. സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരികമായ ഇടപെടലുകൾ തന്നെയാണ്. ആദിവാസികൾ കുടിൽകെട്ടി 100 ദിവസം സമരം ചെയ്യുമ്പോൾ, ആശാവർക്കർമാർ വെയിലത്തും മഴയത്തും വ്യാപനപൂർവ്വമായി സമരം ചെയ്യുമ്പോൾ അത് കണ്ടിരുന്ന് നടിക്കുന്ന, ഒരു ഷോക്കടിച്ച ഒരു ബാലൻ മരിച്ചപ്പോൾ അതിന് രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുന്ന, ഒരു വിദ്യാർത്ഥിയെ അവിടെ റാഗിംഗ് നടത്തി കെട്ടിത്തൂക്കി കൊന്നപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പറ്റാത്ത അവർ സാംസ്കാരിക പ്രവർത്തകരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടാൽ മാത്രമേ അയാൾ സാംസ്കാരിക പ്രവർത്തനം പറയാൻ പറ്റുള്ളൂ. മറ്റേത് കൂലി എഴുത്തുകാരാണ്. കൂലി സാംസ്കാരിക പ്രവർത്തകർ പോയപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ജനങ്ങൾ ചോറന്നെ തിന്നുന്നത്. ഇവർക്ക് പലർക്കും അതറിയില്ല. സാധാ ജനങ്ങള് അവർ ചോറും ചായയും മീൻ പൊരിച്ചതും മത്തിയുടെ കൂടി ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് സാഹിത്യമൊന്നും വേണ്ട. മാത്രമല്ല ഒരു എഴുത്തുകാരൻ, ഇപ്പൊ ഞാൻ ബുക്ക് സ്റ്റോൾ നടത്തിയ ആളുകളറിയാം, 140-150 പുസ്തകങ്ങളോളം പബ്ലിഷ് ചെയ്യുകയും നല്ല പുസ്തകങ്ങളായതുകൊണ്ട് അതിന്റെ കട കൂട്ടേണ്ടി വരികയും കടത്തിൽ മുങ്ങി ഞാൻ നാട് വിടുകയും ദുബായ് എന്നെ രക്ഷിക്കുകയും തിരിച്ചു വരികയും ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ നിരവധി വേഷങ്ങൾ, വേഷപ്പകർച്ചകളൊക്കെ ആയിരിക്കുന്നത് കാരണം സിനിമയിൽ ചെറിയ വിലയുള്ളൂ, ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോ ഈ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ, ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ 1000 കോപ്പി അടിക്കുന്ന പുസ്തകം, വലിയ എഴുത്തുകാരൻ 10,000 കോപ്പി അടിക്കും. മികച്ച എഴുത്തുകാരന്റെ 1000 കോപ്പി അടിക്കുന്ന പുസ്തകം 3 കോടി സാക്ഷരരായ കേരളത്തിൽ എത്ര ആൾ വായിക്കും എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് വായിക്കുന്ന നോക്കി? 0.0001 അങ്ങനെ വരുള്ളൂ പെർസെന്റേജ്. അപ്പോൾ ഇവർ സ്വയം അങ്ങോട്ട് ഞങ്ങൾ എഴുത്തുകാരാന്ന് പറഞ്ഞ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നേരെ വെച്ച് നമുക്കറിയാം, ഇപ്പൊ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയണ്ട, അയാൾ എഴുത്തുകാരനാണോ അല്ലോ എന്ന് പറയുന്നത് അത് ഇമേജാണ്. അതുകൊണ്ട് തന്നെയാണ് MT മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ MT കൃത്യമായി കോഴിക്കോട് ബീച്ചിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചിട്ട് തന്നെ നിലപാട് വ്യക്തമാക്കി. അതാണ് സാംസ്കാരിക പ്രവർത്തനം, അതാണ് എഴുത്തുകാരുടെ ധർമ്മം. അല്ലാത്ത ഒന്നും എഴുത്തുകാരൻ എന്നുള്ള പേര് സ്വയം ഒട്ടിച്ച് വെക്കാന്നല്ലാതെ ജനം അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിലമ്പൂര് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഇയാളുടെ കൂടെയാണ് എന്ന് പറയുന്നു. അദ്ദേഹം നടത്തിയ സാംസ്കാരിക പ്രവർത്തനം എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ 4 സിനിമയ്ക്ക് കഥ എഴുതി നിർമ്മിച്ചു, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഷ്ടത്തിൽ പോയി കലാശിച്ചു. ഇപ്പോൾ സ്വരാജ് പുസ്തകം എഴുതിയിട്ടെന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി ഒരുപാട് പരാതികളും ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്കിപീഡിയയിൽ എടുത്ത് എഴുതിയത് പറയുന്നു. എന്തായാലും നല്ല കക്ഷിയാണ് ആള്, വെരി നൈസ് പേഴ്സൺ, എന്റെ സുഹൃത്താണ്. സൗഹൃദം ഇതില് ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദത്തിനല്ല സ്ഥാനം. സുരേഷ് ഗോപി മത്സരിച്ചപ്പോ സുരേഷ് ഗോപി ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 2-4 സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ അച്ഛൻകുട്ടി കമ്മിറ്റിയിലെ
ഒരു പ്രത്യേക ക്ഷണിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ആരോടും വോട്ട് അഭ്യർത്ഥിക്കുകയോ സിനിമാക്കാരോട് നിങ്ങൾ വന്നിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുകയോ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് മാന്യതാണ്. ഞാനൊരു പത്രക്കാരന് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ ഹൃദയം വേണമെങ്കിൽ കൊടുക്കും. എന്നെ വിളിച്ച് പറയുകയാണ്, എനിക്ക് കിഡ്നി മാറ്റി വെക്കണമല്ലോ, കിഡ്നി വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കും. പക്ഷെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കട്ടെ, ഞാൻ പോയി വർക്ക് ചെയ്യും. അദ്ദേഹം ബി.ജെ.പി. എന്ന രാഷ്ട്രീയം, വർഗീയ കക്ഷി ആയിട്ടുള്ള ബി.ജെ.പി. ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം, എങ്ങനെ തമ്മിലടുപ്പിക്കാം, എങ്ങനെ മതപരമായി വേർതിരിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു പാർട്ടിയുടെ വക്താവായി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടെ സ്വരാജ് നല്ല ഇലക്ഷനാണ്, സംശയമൊന്നുമില്ല. നന്നായി പ്രസംഗിക്കും, പുസ്തകം വായിക്കും, നല്ല പാർട്ടിക്കാരനാണ്. പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകനല്ല. അങ്ങനെ നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് സ്വരാജിന് നിലപാടെടുത്തിട്ടുള്ളത്. ഈ 12-കാരന്റെ 42-കാരന്റെ അകമ്പടിയിൽ പോകുന്ന ഈ രാജാവിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഈ നടന്ന ഞാൻ പറഞ്ഞ സമരങ്ങൾ, ഭൂസമരങ്ങളായാലും ശരി, ആദിവാസി സമരങ്ങളായാലും ശരി, ആശാവർക്കർമാരുടെ സമരമായാലും ശരി, നഴ്സസിന്റെ സമരമായാലും ശരി, സ്വരാജിന്റെ നിലപാടെന്തായിരുന്നു? സ്വരാജ് എവിടെയായിരുന്നു? പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. സൗഹൃദം വേറെ, തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഷ്ട്രീയം വേറെ. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതുവരെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം പോയുള്ളൂ. എന്നെ വിളിച്ചൊന്നുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല കേട്ടോ. അത് അവരുടെ മര്യാദ. അല്ലാതെ ഷൗക്കത്ത് വിളിച്ചിട്ടുള്ള നിലമ്പൂർ പാട്ടിനൊക്കെ ഞാൻ എവിടുന്നൊക്കെയോ ഓടി തെളിച്ച് പോയിട്ടുണ്ട്. കാരണം അയാൾക്ക് മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതാണ് നിലമ്പൂർക്കാരുടെ ഒരു പ്രത്യേകത. നിലമ്പൂർക്കാർ എനിക്ക് എവിടെയാണ്, ഞാൻ എവിടെയാണ്, എനിക്ക് പോയതൊക്കെ ചോദിക്കുന്നത് പ്രത്യേകമായിട്ട് ബന്ധമാണ്. എന്റെ ഭാര്യ വീട് നിലമ്പൂരാ. എനിക്ക് ശരിക്കും വോട്ടില്ല അവിടെ. വേണമെങ്കിൽ ഒരു കള്ളവോട്ടൊക്കെ ചെയ്യാമല്ലോ. 4 വോട്ട് ആ വീട്ടിലുണ്ട്. അയാൾ 4 വഴിക്ക് പോയി. നമ്മൾ സഖാവല്ലാത്തോണ്ട് കള്ളവോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ലൈനാണ്, അതുകൊണ്ട് ചെയ്യില്ല. അപ്പൊ നെൽമൂർക്കാരുടെ ഒരു സ്നേഹം എനിക്കറിയാം. നെൽമൂർ മലബാറിൽ നമ്മൾ സിനിമയിലൊക്കെ എവിടെ പോയാലും ആൾക്കാർ കോഴിക്കോടിനെ പറ്റി, കോഴിക്കോട് ഓട്ടോറിക്ഷയെ പറ്റിയിട്ടും ജനങ്ങളെ പറ്റിയൊക്കെ പറയും. രാഷ്ട്രീയം മറന്നിട്ട്, സമുദായം മറന്നിട്ട്, ജാതി മറന്നിട്ടുള്ള സ്നേഹം എന്താണ് അവിടെ ഉള്ളത്. വാപ്പുട്ടിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. ഉറപ്പിച്ചു അദ്ദേഹം ജയിക്കും. പക്ഷേ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നത് അവിടെ മറ്റൊരു എന്താ പറയാ, ഒരു കടന്നൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഒരാൾ വിശേഷിപ്പിക്കുന്ന കടന്നൽ കൈവിച്ചെന്നുള്ളതാണ് വേണ്ടി ഒരു സ്നേഹമൊക്കെ തോന്നും. ഞാൻ കടന്നലാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മനുഷ്യൻ അദ്ദേഹത്തെ പറ്റിയ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ പ്രസംഗിക്കാൻ പോയിട്ടില്ല. കാരണം അവിടെയാണ് CKGയുടെ കണിശമായ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ എത്തിപ്പെടുത്തിയത്. അക്കാര്യത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് വി സതീശനെ സെല്യൂട്ട് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. ഇവിടെ പോയപ്പോൾ അവിചാരിതമായി എന്നോട് കണ്ടുപിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് വന്നതല്ല, എന്റെ മനസാക്ഷി പറഞ്ഞിട്ടേ വന്നതാണ്. മനസാക്ഷി പറഞ്ഞു, നീ ആര്യാടൻ ഷൗക്കത്തിനോട് പോകണം. ഞാൻ പോയത് വേറെ സ്കൂളിൽ പരിപാടിക്ക് പോയത്. എന്റെ ഭാര്യയുടെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിലെ ഒരു വാർഷിക പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, എന്റെ വണ്ടി പിടിക്കുന്ന ആളോട് പറഞ്ഞു, ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് ഒന്ന് കൊണ്ടതാ, ഷൂട്ടിങ്ങിന് പിറ്റേ ദിവസം. ഇതുമായിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് വിടിയത്. എറണാകുളത്തെ അവിടെ നമ്മൾ നിലമ്പൂർ വന്നിട്ട് ഷൗക്കത്തിന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചെറ്റത്തരാണ്. അതുകൊണ്ട് അത്ര ചെറ്റയാവണ്ട. അതുകൊണ്ട് നമുക്ക് വണ്ടി പിടിക്കും, അത് പോവാം. അങ്ങനെയുള്ള അന്വേഷിച്ചപ്പോ വിളിച്ചപ്പം കിട്ടിയില്ല ആദ്യം. പിന്നെ എന്നെ തിരിച്ചു വരണം പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഞങ്ങൾ മൂത്തേടത്താണ്, അവിടെ വരാൻ പറ്റുമോ? ഞങ്ങളെത്താം. ഞാൻ മൂത്തേടത്തെത്തി. ഇവരിങ്ങനെ പ്രചരണ പരിപാടിക്ക് പോയതാണ്, കാണാനില്ല. കുറച്ചേരം പ്രവർത്തനമൊക്കെ നോക്കുന്നു. LDFന്റെ പ്രചരണ യാത്ര പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു അവരുടെ കൂടെ കൂടിയാലോ, ഏതായാലും വന്ന സ്ഥിതിക്ക്. അപ്പോഴാണ് ഇവിടെ വീണ്ടും ഒന്ന് നമുക്ക് മൂത്തേടത്തിന് ഇപ്പുറത്ത് വേറെ സ്ഥലത്ത് പൊതുവുണ്ട്, ഒന്ന് അവിടെ സംസാരിച്ചിട്ട് പോയാൽ മതി വന്നു. അങ്ങനെ അവിടെ സംസാരിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു നിലപാടിലെ കണിശത, അതാണ് നമ്മുടെ സക്സസ്. വെദർ ഇറ്റ് ഈസ് ഫെയിലിയർ ഓർ സക്സസ് ഇൻ ദ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതല്ല, നമ്മുടെ നിലപാടെടുക്കുന്നു, അതിനെ ഫൈറ്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഉണ്ടാവാം. റിസൾട്ട് വരും, ഡെഫിനറ്റായിട്ട് വരും, ഡെഫിനറ്റായിട്ട് വന്നു. ഇപ്പോഴും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഇപ്പൊ CKGയുടെ ഈ ഒരു അനുസ്മരണത്തെ നിങ്ങൾക്ക് മനസ്സോട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
ഷൗക്കത്തിന്റെ സിനിമയുടെ പേര് വെച്ച് തുടങ്ങാൻ പാഠം 1 വിലാപം നൽകും. ഈ പാഠം 1 വിജയം മാറ്റേണ്ടതുണ്ട്. കാരണം ഇത് 2026 നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ശോഭനമായ ഒരു ഭരണകൂടത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കാരണം കൃമി കീടങ്ങൾ എടുത്തു മടങ്ങി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി വിലപേശുന്ന, അതിനുവേണ്ടി എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ കൂടെ നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും എന്ത് തന്നെ ഇതുണ്ടെങ്കിലും എന്താ പറയാ, വാഗ്ദാനങ്ങൾ അവരെ മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഓഫറുകൾ തന്നാൽ പോലും സ്വീകരിക്കാതിരിക്കുക. അൻവർ അവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വോട്ടുകൾ കിട്ടുമായിരുന്നു. അത് ഏത് വോട്ടിൽ നിന്നാലും കിട്ടും. കാരണം 9 കൊല്ലം MLA ആയിട്ടുള്ള ഒരാള് മിനിമം ഒരു 1000 വീടുകളിലെങ്കിലും മരണത്തിനോ ജനത്തിനോ കല്യാണത്തിനോ പോയില്ല. അത്രയും പേർക്ക് വല്ല പോലീസ് സ്റ്റേഷനിലുള്ള സഹായങ്ങൾ, അങ്ങനെ ചില സഹായങ്ങൾ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ചെയ്തതിന്റെ നന്ദി ഉണ്ടാവും. അത് നമ്മൾ ഇല്ലാന്ന് പറയണ്ട, നന്ദി ഉണ്ടാവും. അതിന് വർഗീയ വോട്ടിലൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഉണ്ടാവും അതിൽ. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് 3 വോട്ട് കൂടിയാൽ 1000 × 3 30,000 വോട്ട് അദ്ദേഹം കിട്ടും വിചാരിച്ചു. പക്ഷേ 10,000 ആൾക്കാർ ബുദ്ധിയുണ്ട്, അത് ആര്യാട്ടിന് 20,000 ബുദ്ധിയുണ്ട്. അപ്പൊ 20,000 ആൾ ഏതൊരു 9 കൊല്ലം നിൽക്കുന്ന MLAക്കും കിട്ടും. അപ്പൊ അതൊരു വലിയ അദ്ദേഹത്തിന്റെ വിജയമായിട്ട് കാണുകയും അദ്ദേഹത്തെ വലിയ കയ്യിൽ കിട്ടി സ്വീകരിച്ച് വീണ്ടും മാനേജിച്ച് കൊണ്ടുവരാൻ നിങ്ങളുടെ നേതാക്കന്മാരിൽ പലരും പല പ്രസ്താവനകൾ നടത്തുന്നത്. അതൊക്കെ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അടിച്ചിരുത്തുക. അതിലേക്ക് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഞാൻ വിമർശിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ഓഫർ തന്നിട്ടില്ല. മൂസക്കൊക്കെ കോളേജ് പഠിക്കും പറയാം. മൂസ പത്തിനൊക്കെ അവിടെ പഠിക്കുമ്പോൾ കോൺഗ്രസിലും ഭീകരത കേസിലെ നേതാക്കന്മാരാ. ഇയാസ് എന്റെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ പ്രിഡിക്ക് പഠിക്കുക, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളൊന്ന് നക്സലൈറ്റ് പ്രസ്ഥാനത്തിലെക്കാരാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പല വേഷങ്ങളിൽ അവതരിക്കും. അത് പ്രാക്ടിക്കലല്ല, ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ ഒരു മാർക്സിസ്റ്റ് സായുധ വിപ്ലവം മനസ്സിലാക്കിയില്ലെങ്കിൽ വിട്ടുപോകുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. അതിലുള്ള ഒരാളെന്നാണ് ഞാനിപ്പോഴും. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം ഇന്ത്യയിൽ സാധ്യമല്ല. കാരണം ജനാധിപത്യ ബോധം അത്രമേൽ ശക്തമാണ് ഇന്ത്യയിൽ. ജനാധിപത്യ ബോധത്തെ കടമുഴക്കി എറിയുന്ന ഒരു സായുധ വിപ്ലവത്തിന് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് അപ്പൊ ഇവരുടെ ഒരു ഭയങ്കര കൈയൊക്കരുത്. ഞാൻ സാധിക്കുന്നതിന് പോകണമല്ലോ. ഒരച്ഛനെ ചീത്തോടെ ഞങ്ങൾ വേണ്ടി പറഞ്ഞു. പിന്നെ ശശി എവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാനിവിടെ വന്ന് നോക്കുമ്പോ ഒക്കെ നമ്മള് പഴയ ആൾക്കാർ കുറെ ഉണ്ട്. അങ്ങനെ വളരെ മാത്രം പ്രവീണ് ഇതൊക്കെ പറയാത്ത കാര്യം, പ്രവീണ് നടനം കൂടിയാണ്. ഇപ്പോഴും ഭയങ്കര അഭിനയാണ്. കഴിഞ്ഞ പ്രശ്നം തന്നെ ഉണ്ടല്ലേ, ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കര അഭിനയം. ഈ അഭിനയം എന്ന് നാടകത്തിൽ കാണിച്ചിരുന്നെങ്കിൽ സിനിമയിലെ സൂപ്പർ സ്റ്റാർ. എന്റെ നാടകത്തിൽ അത് കൊയിലാണ്ടി ആഷ്കോളിൽ പഠിക്കല്ലേ. അപ്പൊ ഞാനൊന്ന് നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്ത് നടക്കുന്ന ഒരു സമയം, ഒരുപാട് നാടകം സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അതില് വിക്ടോറിയ ഒക്ടോബർ 18 എന്നുള്ള നാടകം. അതില് അവിടുത്തെ സ്റ്റുഡൻസ് ആണ് അഭിനയിക്കുന്നത്. ഞാൻ കോഴിക്കോട് പോകും, സംവിധാനമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ രാത്രി ലൈറ്റ് ബസ്, ഇതൊക്കെ 80കളുടെ കാലമാണ് പറയുന്നത്. ആ ബസ്സിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് മുന്നിൽ കലിങ്കുണ്ട്, അതിന് കൂടെ കിടന്ന് അവിടെ KSRTC വരികയാണെങ്കിൽ രാവിലെ അതിന് പോകും. അല്ലെങ്കിൽ ഈ ആർട്സ് കോളേജിൽ തന്നെ ബെഞ്ച് അടുപ്പിച്ചിട്ട് കിടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലം. അപ്പൊ ഇവരൊന്ന് കുട്ടിയാ, ഇതിന് നാടകത്തിന്റെ നടനാണ്. അവിടുന്ന് ഇപ്പം മനസ്സിലാക്കി നാടകമല്ല നല്ല രാഷ്ട്രീയം. നല്ല അഭിനേതാക്കൾക്ക് നല്ല രാഷ്ട്രീയതൊക്കെ പറയാൻ പറ്റും അല്ലേ? നല്ല മൈയോടൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രവീണിന്റെ ഫോൺ വരുമ്പോൾ എനിക്ക് പേടി. എന്താ പറയുക, എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുക, പഴശ്ശിരാജ കോളേജ് ഉദ്ഘാടനം, മറ്റു വേറെ ഇവിടെ ഉണ്ട് ആദ്യം തന്നെ ഇരിക്കുക. അപ്പൊ ഞാൻ കളത്തരം പറയും, ഞാൻ എറണാകുളത്ത്. അയ്യോ എറണാകുളത്തല്ലേ, മറ്റന്നാൾ നമ്മുടെ DCC ഓഫീസ് ഉദ്ഘാടനം നിങ്ങൾ വരും. ഞാൻ ഉണ്ടാവില്ല. അയ്യോ എന്ത് പരിപാടിയാണ്. പിന്നെ വിളിക്കും, ഇവിടെ തിരിച്ചു വന്നോ? ഞാൻ പറയുന്നത് ഞാൻ തൃശ്ശൂരാണ്. ഇങ്ങനെ വഴുതി കളിക്കും. പക്ഷെ ഈ ഒരു സബ്ജക്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടും പിന്നെ കോഴിക്കോട് നടത്തുന്ന പരിപാടി CKG കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ വിളിക്കുക എന്നുള്ളത് തന്നെ ഞാൻ വലിയ ബഹുമതിയായിട്ട് കാണുന്നു. കാരണം അതിനുമാത്രമൊന്നും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല, സാമൂഹിക സേവനം നടത്തിയിട്ടില്ല. അദ്ദേഹമൊക്കെ വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. മരിക്കുമ്പോൾ ഒരു പൈസ ഇല്ലാതെ പറഞ്ഞത് ഒന്നുമില്ല. പഴയ ആൾക്കാർക്കൊന്നും ഒരു പൈസ ഒന്നും ഉണ്ടാവില്ല, ദാരിദ്ര്യമായിരിക്കും.
പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലെ കണിശത, അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും പിന്തുടരുന്നത്. ആ നിലപാടുകളുടെ കണിശതയിൽ അദ്ദേഹം ഒരു പുതിയ തലമുറയെ വാർത്തെടുത്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്കറിയാം, ഞാനും പേരൊന്നും പറയുന്നില്ല. അവരുടെ പേരോട് ആരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കുകയല്ല, ഇവരുടെ പേരും വിട്ടുപോയില്ല. മിടുക്കന്മാരാണ്. പകരം വെക്കാനില്ലാത്ത ഒരു തലമുറയാണ് കോൺഗ്രസിൽ ഉൾപ്പെടുന്നത്. പഴയ ആൾക്കാരുമായി വളവള വർത്താനം പറയുന്ന ആൾക്കാരില്ല. നമ്മളൊക്കെ ഈ പാർട്ടിയോട് അടുക്കാമെന്ന കാരണം ഈ പുതുതലമുറയുടെ ആവശ്യമുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, പഠിച്ചു പറയുന്നത്. ഒരാളും ഒരു ചാനൽ ചർച്ചയിൽ ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. തലയിൽ മുണ്ടിട്ട് പോകുന്നത് കണ്ടിട്ടില്ല. ആ ചാമക്കാർക്കൊക്കെയുള്ള സ്പീഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി എന്ത് സ്പീഡിലാണ് സംസാരിക്കുക. പകരം നിങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നോക്കൂ. ഇവരോട് പിടിച്ചു വെക്കാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരുടെ നിലനിലില്ല, പറയുന്നതല്ലാതെ. അപ്പൊ ഈ പുതിയ തലമുറയെ നിരാശപ്പെടുത്തരുത്. ഇവരുടെ കയ്യിലാണ് ഇനി കേരളം. സംശയമൊന്നുമില്ല. 2026 പാഠം വിജയം. എന്നെ വിളിച്ചതിന് നന്ദി. എല്ലാവർക്കും സ്നേഹാശംസകൾ.